കരുനാഗപ്പള്ളിയിലെ സന്തോഷിൻ്റേത് കൊട്ടേഷൻ കൊലപാതകമെന്ന് സൂചന. ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം സ്വദേശിയാണ് കൊട്ടേഷൻ നൽകിയത് എന്നാണ് വിവരം. കൊലയ്ക്ക് കാരണം രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട വൈരാഗ്യമാണെന്നും പറയുന്നു. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഈ കൊട്ടേഷൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുതുതായി വരികയാണ്. എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഈ കൊട്ടേഷൻസ് നൽകിയത് ഇന്ന ആളാണെന്ന് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു. പക്ഷേ പോലീസ് ഇന്നലെ ഈ പ്രതിയെ അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോൾ, സസ്പെക്ടഡെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അയാൾ CCTV ദൃശ്യങ്ങൾ പോലീസിന് കാണിക്കുകയാണ്. ഞാൻ കണ്ടോ, ഞാൻ 7 മണിക്കും രാത്രി 7 മണിക്കും പുലർച്ചെ 8 മണിക്കും പിറ്റേ ദിവസം രാവിലെ 8 മണിക്കൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങും പോയിട്ടില്ല എന്ന് പറയുന്ന ഇതേ വ്യക്തി വൈകിട്ടായപ്പോൾ മിസ്സിംഗ് ആയി, കാണാനില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീട്ടിൽ അന്വേഷിക്കുമ്പോൾ പുറത്തുപോയി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതോടുകൂടിയാണ് ഇയാളുടെ ഇതിനകത്തുള്ള പങ്കിനെ സംബന്ധിച്ച് ഒരു സൂചന പോലീസിന് ഉറപ്പിക്കാനായത്. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ മറ്റ് 4 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. അക്രമി സംഘത്തിൽ 4 പേർ. ഈ 4 പേരും അടുത്ത സുഹൃത്തുക്കൾ. ഇവർ MDMA കേസ് ഉൾപ്പെടെ, അതേപോലെ തന്നെ ബോംബ് സ്ഫോടന വിദഗ്ധനായ ഒരാൾ, അങ്ങനെ 4 പേരും ഇതിൽ പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും അതേപോലെ കാപ്പ കേസ് പ്രതികൾ വരെ ഈ പറഞ്ഞ 4 പേരുടെ സംഘത്തിൽ ഉണ്ട്. അത് പോലീസ് തന്നെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി പോലീസ് അത് അറിയിക്കാതെ പുറത്തുവിടാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഈ 4 പേരുടെ ചിത്രങ്ങൾ നമ്മളിപ്പോൾ പുറത്ത് ഈ പ്രേക്ഷകരോട് നമ്മൾ പങ്കുവെക്കാത്തത്. അതേസമയം ഇവർ ഈ ഓച്ചിറ കരുനാഗപ്പള്ളി, അതായത് വയനാകം കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ സംഘങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പക. പണ്ട് ഇവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് നല്ല സുഹൃത്തുക്കൾ പിണങ്ങിയാൽ എന്തായിത്തീരുമോ അതിൻ്റെ ഒരു സൂചകങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 2019 മുതൽ തുടങ്ങിയ ഒരു സംഘർഷം, ഈ 2-3 ടീമുകളായ ഒരു സംഘർഷം. ആ സംഘർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ സന്തോഷ് എന്ന് പറയുന്ന ക്രിമിനൽ കേസ് പ്രതി കൊല്ലപ്പെട്ടത്. ഈ സന്തോഷ് തന്നെ ഇതിൽ ഈ കൊട്ടേഷൻ തലവൻ എന്ന് പോലീസ് സംശയിക്കുന്ന ആളിനെ വെട്ടിയ കേസിലെ പ്രതിയാണ്. അയാൾ ജയിലിലായിരുന്നു. സന്തോഷ് പുറത്തിറങ്ങി കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇറങ്ങാൻ കാത്തിരുന്നതാണ്. അത് കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഈ കൊട്ടേഷൻ നൽകിയ വ്യക്തി, വള്ളികുന്നം സ്വദേശി എന്ന് പറയുന്ന ആൾ, സുഹൃത്തുക്കളെ കൊണ്ട് ഇത് ചെയ്യിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു അനുമാനം. ഇന്നലെ കൃത്യത്തിന് ശേഷം ഇവർ കടന്ന് ഉപേക്ഷിച്ചു പോയ കാർ പോലീസ് കണ്ടെത്തിയിരുന്നു. ആ കാറിൻ്റെ ഉടമയെയും, അതുപോലെ ആ കാറിൻ്റെ ഉടമയിൽ നിന്ന് കാർ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു. ഈ 2 പേരും ഇപ്പോഴും പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. അവരെ വിട്ടിട്ടില്ല. അവർക്ക് ഇതിലൊരു പങ്കുണ്ടോ എന്നൊരു സംശയം പോലീസിന് ഇപ്പോഴും ശക്തമായി തന്നെയുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇവരെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഷമി. രാജ്കുമാർ, ഇതിലൊരു സംശയം വരുന്നത്, ഈ കൊട്ടേഷൻ കൊടുത്തതും ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആൾ തന്നെയാണോ? ഇതിൻ്റെ തലവനാണ് അയാളെ കുത്തിയതിൻ്റെ പ്രതികാരം. അയാളെ 2-3 മാസം മുമ്പ് കരുനാഗപ്പള്ളിയിൽ വെച്ച് ഈ സന്തോഷ് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രതികാരമായാണ് തിരികെ ഇങ്ങനെ ഒരു പണി നൽകി എന്നാണ് ഈ സംഘത്തിലെ ചിലർ ഈ പോലീസിന് തന്നെ രഹസ്യമായി നൽകിയ സൂചന. അതനുസരിച്ചാണ് പോലീസ് ഇതിൻ്റെ ഒരു പട്ടിക ഇതിൽ ആരൊക്കെയാകാം എന്നുള്ള ഒരു ഇതിലേക്ക് സംശയിച്ചതും. പിന്നീട് ഇതിൽ അലുവായി, അതായത് ഈ സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം സംഘം നേരെ പോയത് ഓച്ചിറയിൽ വവാക്കാവിൽ വെച്ച് മറ്റൊരു യുവാവിനെയും ആക്രമിച്ചു. അനീർ പണ്ട് ഇവരുടെ എതിർ സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ അനീർ ഇപ്പോൾ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ പൊരി വിൽപ്പനയും മറ്റും നടത്തി വരികയായിരുന്നു. അയാൾ അത് കഴിഞ്ഞ്, ഉത്സവം കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് നിന്നുള്ള പോകുന്ന വഴിയിൽ ഈ പറയുന്ന വവാക്കാവിൽ നിൽക്കുമ്പോഴാണ് ഈ പുലർച്ചെ ഇതേ സമയത്ത് അതിനൊരു 3/4 മണിക്കൂർ വ്യത്യാസത്തിൽ അയാളെയും ആക്രമിക്കുന്നത്. പക്ഷേ അയാൾ ഭാഗ്യം കൊണ്ട് അയാളുടെ ജീവൻ അന്നേരം തന്നെ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അയാളുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.